ഹലോ ഗൈസ്, പാർട്ട്നേഴ്സ് ക്രൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വേഷത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. പൊതുവെ നിങ്ങൾ ആരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം ഈ ഒരു വേഷത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ ഓണമൊക്കെ വരല്ലേ, അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് നമുക്കിന്ന് എന്ത് ചെയ്യാം, ഒരു പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഡ്രസ്സിലൊക്കെ വന്നത്. പായസം ഒരു കേരള തനിമയാണല്ലോ, അപ്പോൾ ഒരു കേരളീയ വസ്ത്രത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാല്, മിൽമയുടെ നെയ്യ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിന്റെ പാലാട മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈസി ആയിട്ട് എങ്ങനെ പാലാട ഉണ്ടാക്കാൻ നോക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാം. അതെന്തിനാ വെച്ചാൽ നമുക്ക് ആ പായസത്തിന്റെ കളർ ഒരു ചെറിയ ഗോൾഡൻ ഫിനിഷിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പാത്രം ഒന്ന് നല്ല ചൂടാകുമ്പോൾ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം പോട്ടെ. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം തീ മെല്ലെ വെച്ചാൽ മതി. മെല്ലെ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി. അത് അതിലങ്ങനെ ആയിക്കോട്ടെ. നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം, പാലൊഴിക്കാം. പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാലൊഴിക്കുമ്പോൾ പഞ്ചസാര കട്ട പിടിച്ചിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പം എല്ലാവരും ടെൻഷൻ ആവും ഇതൊന്ന് പോരൂലെന്ന്. പക്ഷെ ഇത് ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പഞ്ചസാര മുഴുവൻ ഇട്ട് പോരും. നമ്മൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി പാൽ എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മിക്സ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പം മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് ഇതിനൊന്ന് തിളയ്ക്കാൻ വെക്കും. പാല് തിളച്ച് വരുമ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി വെക്കാം. മതി. പാക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയാണ്. അതുകൊണ്ട് ഇതൊന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം മുന്നൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇത് നമ്മൾ പൊളിക്കുമ്പോ തന്നെ ഇത് വേറെ തന്നെയായിട്ട് ഇരിക്കും. ആ കൊയ്വാക്കി കണ്ടു, പല്ലുകൊണ്ട് കഴിക്കുന്നതൊക്കെ ഒക്കെ എടുത്തേക്കണ്ട. ശരി. ഇപ്പൊ ഈ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയാണ്, നമ്മളിനി ഓരോ ദിവസം നമ്മളെ സദ്യന്റെ ഓരോ വിഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും. കാരണം ഓണമൊക്കെ അല്ലേ. അപ്പം ഇപ്പത്തെ ഒരു ഇതറിയാലോ, എല്ലാരും ഫസ്റ്റ് എന്താ ചെയ്യാ, യൂട്യൂബിൽ നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യും, ഓരോരോ വിഭവമായിട്ട് വരുന്നതായിരിക്കും. കുഞ്ഞിളം കയ്യിൽ കോരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളിപ്പു. വാ, പാല് തിളച്ച്. ഒരു പാട്ട് പാടുമ്പോ പാല് തിളച്ച്. അപ്പൊ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്തതിന് ശേഷം ഒന്ന് മധുരം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പഞ്ചസാര ഇട്ടാൽ മതി. ഇത് മിക്സ് ആയ കാരണം ഇതിൽ പഞ്ചസാര ഉണ്ടാവും. അപ്പൊ അത് മധുരത്തിനനുസരിച്ച്, നല്ല മധുരം വേണ്ട ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് മധുരം ഇട്ട് കൊടുക്കുക. ഒരു നോർമൽ രീതിയിലൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവും അത്. മധുരം കുറച്ച് കുറവാണ്, ഞങ്ങളെ സംബന്ധിച്ച് മധുരം കുറച്ച് കുറവാണ്. കുറച്ച് മധുരം കൂടി.
ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാന്നാല് എപ്പോഴും കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താലേ പായസത്തിന് എന്തുണ്ടാവുള്ളൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. സദ്യയില് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് എന്താ പറയാ, പല രീതിയിൽ പല സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കണതുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെറിയൊരു സദ്യ ചെയ്യുകയാണെങ്കിൽ ഒരു സദ്യയിലുള്ള ഒരു ഏകദേശം ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഉപ്പ്, ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, പിന്നെ ഉപ്പേരി, ഓലൻ, പച്ചടി, അവിയല്, കൂട്ടുകറി, പിന്നെ ഉണ്ട്. പിന്നെ പച്ചടി തന്നെ പല തരം ഉണ്ട്. ബീട്രൂട്ടിന്റെ പച്ചടി ഉണ്ട്, കൈതച്ചക്കേന്റെ പച്ചടി ഉണ്ട്. അപ്പം അതൊക്കെ പല സ്ഥലങ്ങളിലും പലതാണ് ഉണ്ടാക്കുക. അപ്പൊ സദ്യയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പൊ മെയിനായിട്ട് നമ്മള് അവസാനം പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ചോദിക്കണ്ട, പറയല്ല, ഞാൻ എണ്ണട്ടെ. ഉപ്പേരി, അവിയല്, പച്ചടി, കൂട്ടുകറി, ഓലൻ, പുളി, പിന്നെന്താ, രസം, ശർക്കരപ്പേരി, വറുത്തുപ്പേരി, പഴം, പായസം, പപ്പടം, ചോറ്. പിന്നെ അതില് മുളക്, കൊണ്ടാട്ട മുളക് പൊരിക്കുന്നുണ്ടാവും. പിന്നെ മോരുണ്ടാവും, അച്ചാറ്. അച്ചാറ് വാങ്ങിയിട്ട് ചെയ്യണവരുണ്ട്, അല്ലാതെ മാങ്ങേനെ കൊണ്ട് ചെയ്യണവരുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ ചെയ്യുന്നവരുണ്ട്. ഏകദേശം ഒരു സദ്യയിലേക്ക് നോർമൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളത് എല്ലാം ഉണ്ടാക്കാൻ, എല്ലാം ഉണ്ടാക്കണം. നമ്മളെന്ത് ചെയ്യുക, അട വെന്തണോ നോക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയാൽ മതി. മിക്സാണ് ഇത്, ഏകദേശം വെന്തുണ്ട്. ഒരു കുറച്ച് നേരം കൂടി ഒന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, പുറത്ത് കത്തിക്കട്ടെ. എന്ത് വടി, കത്തില്ലടി, ഇത് കത്തൂല, കൂടി അവിടുന്ന് കത്തിച്ചോണ്ട ട്രോള് തൊട്ടിട്ട് മറ്റേ കത്തിയില്ലല്ലോ, ഇതെന്താ കത്താത്തേ? എവിടെയോ ഒന്ന് സ്റ്റക്കായിന്. ഇവിടെ അടിച്ചിന്റെ കൈ. നെയ്യിലാണ് വറവിടുന്നത്. ചിലവർക്ക് എന്തുണ്ടാവില്ല, നെയ്യ് പറ്റാത്ത ആൾക്കാരുണ്ടാവും, നെയ്യിന്റെ ടേസ്റ്റ്. പക്ഷെ പായസത്തിൽ നെയ്യ് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് പ്രത്യേകം എടുത്തു നിൽക്കുന്നില്ല. എന്നാലും ചില ആളുകൾക്ക് മിൽമേന്റെ നെയ്യിന്റെ ചൊയ ഇഷ്ടമല്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിലിൽ ചെയ്യാറുണ്ട്. അതിന്റെ വായന്ന് വരുന്നത് അത്ഭുതം, കുക്കിംഗ് ഓയിൽ എന്നൊക്കെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പാട വീഴും. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മള് പായസം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പായസം ടേസ്റ്റ് നോക്കാനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുന്തിരി കരിഞ്ഞു പോണ്ട വിചാരിച്ചിട്ട് തീന്റെ സ്പീഡ് കുറച്ചതായിരുന്നു. എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി, തീ ഓഫായി പോയി. അണ്ടിപ്പരിപ്പ് നമ്മൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല, അതേമാതിരി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആവാൻ കുറച്ച് ടൈം എടുക്കും, അതവിടെ ആയിക്കോട്ടെ. ഈ ബാക്കി വന്ന നെയ്യ് നമുക്ക് അവസാനം എന്ത് ചെയ്യാം, ഈ പായസത്തിൽ
ഒഴിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പപ്പടം കാച്ച. അത് എന്താ വെച്ചാല് മുന്നത്തിന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജനയ്ക്ക് ഞാൻ പപ്പടും പായസവും ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ എന്നാ സജന നമുക്ക് പായസം പപ്പടവും എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും കൂടി കട്ടിയാവും. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഇതില് കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് ആക്കി വെച്ചതിൽ നെയ്യുള്ളതുകൊണ്ട് അത് തന്നെ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് പപ്പടം കാച്ചാം. പപ്പടം കാച്ച ആർക്കും അറിയാഞ്ഞിട്ടല്ല, സജനയ്ക്ക് പപ്പടം കൂട്ടി ഞാൻ പായസം കൊടുക്കുമെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ പപ്പടം കാച്ചു. അപ്പൊ നമ്മളെ പായസം റെഡിയായി. നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം. ആദ്യം നമുക്കൊരു പപ്പടം, പിന്നെ ഒരു പഴം, ഇനി നമുക്ക് പായസം എടുക്കാം. അപ്പൊ ഇന്നത്തെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പായസം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യം പപ്പടം പൊടിക്ക. പപ്പടം പൊടിക്ക്. മെല്ലെ. ഇനി അതിന്റെ മുകളിലേക്ക് പായസം മുഴുവനായിട്ട് വെക്കണ്ട, ഒരു പാകത്തിന് വെച്ചിട്ട്. മതി. അതില്ലേ വെച്ചാ കുറച്ചും കൂടി വെച്ചാ കുറച്ച് വെക്കണോ കഴിച്ചോ. ഇങ്ങനെ രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഇതിങ്ങനെയാണ് ശരിക്കും തിന്നേണ്ടത്. നല്ല ക്ലിയർ ഉണ്ട്. അവിടെ നിന്നാ മതി. ഞാൻ ചിലപ്പോൾ വരില്ല. ഇങ്ങോട്ട് അപ്പുറത്തേക്ക് ഞാൻ തരാം. അഭിപ്രായം പറയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഇല്ലേ? ബൈ.